ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മുടെ കിടിലം കോമഡി ഉത്സവത്തിലേക്ക്. കോമഡി ഉത്സവത്തിന്റെ കാര്യക്കാരെ 3 പേരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം തിരിച്ചേട്ടൻ, ലെറ്റ്സ് വെൽക്കം പ്രചോദേട്ടൻ, ലെറ്റ്സ് വെൽക്കം ഷാജേട്ടൻ. കുമ്മനം നിവാസികൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്പം തിരുവാർപ്പ് പഞ്ചായത്തിലെ 4 മെമ്പേഴ്സിന് കിടിലം കോമഡി ഉത്സവം പവർഡ് ബൈ കിവി ഐസ്ക്രീംസ്, കാരളി TMT സ്റ്റീൽ ബാസ് ആൻഡ് ടെക്സ്മ ഫ്ലോർ ക്ലീനറിൽ ഇനി അടുത്തത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. വരുന്ന ആളിനെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. കലാമികവ് കൊണ്ട് തന്റെ വൈകല്യത്തെ തോൽപ്പിച്ച മിടുക്കി ഏഞ്ചൽ സെലീൻ. കൊച്ചി മട്ടാഞ്ചേരി ചക്കമഠം സ്വദേശിനിയായ ഏഞ്ചൽ ഒരു മികച്ച നർത്തകിയും മികച്ച അഭിനേത്രിയുമാണ്. സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിനിയായിരിക്കെ സ്കൂളിലെ അധ്യാപകർ ഏഞ്ചലിന്റെ കഴിവുകൾ തിരിച്ചറിയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതോടെ ഏഞ്ചൽ നിരവധി മത്സരങ്ങളിൽ സമ്മാനാർഹയായി. ഡാൻസും പാട്ടും സിനിമകളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഏഞ്ചൽ ടെലിവിഷൻ ആസ്വാദനത്തിനാണ് അധിക സമയവും ചെലവഴിക്കുന്നത്. സലീം കുമാർ സംവിധാനം ചെയ്ത കമ്പാർട്ട്മെന്റ് എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഒരു മികച്ച അഭിനേത്രിയാണെന്ന് ഏഞ്ചൽ തെളിയിച്ചിട്ടുണ്ട്. നിരവധി ടെലിവിഷൻ ഷോകളിലും തന്റെ സാന്നിധ്യമറിയിച്ച ഏഞ്ചൽ നിരവധി പ്രധാന പുരസ്കാരങ്ങൾക്ക് അർഹയായിട്ടുണ്ട്. അനവധി കലാപ്രതിഭകൾ കരങ്ങൊരുക്കിയ കോമഡി ഉത്സവത്തിന്റെ മഹനീയ വേദിയിലേക്ക് ഏഞ്ചൽ സെലീന് സ്വാഗതം. ഏഞ്ചല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നറിയില്ല, സലീമേട്ടന്റെ പടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒരെണ്ണം അവതരിപ്പിച്ച ആളാണ്. സിനിമ അഭിനേത്രിയാണ്. കമ്പാർട്ട്മെന്റ് സിനിമയിൽ അഭിനയിച്ചില്ലേ? അതിനകത്ത് ഏതാണ്ട് ഹീറോയിൻ ആയിരുന്നു. ഹീറോയിനാണ്. ചിഞ്ചേട്ടൻ അറിയില്ലേ? നേരത്തെ ഞങ്ങൾ ഒരുമിച്ച് ഒരു യാത്ര പോയിട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക്. ഫ്ലൈറ്റ് യാത്രയിൽ ഒരുമിച്ചുണ്ടായിരുന്നു അല്ലേ? ഒരുമിച്ച് പോയിട്ടില്ലേ തിരുവനന്തപുരത്തിൽ? പോയില്ലേ? ആണോ? ഓക്കെ. പ്രചോദനം അറിയാമോ? പ്രചോദനം എനിക്കറിയാം. എവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെയാണ് മനോരമയിലുള്ള പരിപാടി. ആ പരിപാടി അവതരിപ്പിച്ചതേ മറന്നുപോയാ? അല്ലല്ല, ഞാനേ പെട്ടെന്ന്. ഷാജി ചേട്ടനെയോ? ആദ്യമായിട്ട് കാണുകയാണ്. ടിവിയിലൂടെ കണ്ടിട്ടില്ലേ? മോഹൻലാലിനെയൊക്കെ ഇത് ചെയ്യണ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഇന്ന് എന്താ ചെയ്യാൻ പോണേ? ഇന്ന് നാടോടി നൃത്തമാണ്. ഞാൻ അഭിനയിച്ച അതന്നെ നായികയുടെ പാട്ടായിട്ടാണ് ഞാൻ കളിക്കണത്. അപ്പൊ അതിന്റെ ക്ലാസിക്കും ചേർക്കുന്നുണ്ട്. ക്ലാസിക്കലും ചേർക്കുന്നുണ്ട്. വെരി ഗുഡ് മോളെ. ഓക്കെ, അപ്പൊ അത് കാണാം. എന്താ
അമ്പലത്തിൻ കൽവിളക്കിൽ നെയ്ത്തിരി കത്തുന്ന രംഗം, കൂടെ തമ്പ്രാട്ടി വേഷത്തിൽ തൊഴുതു നിൽക്കുന്ന എന്റെ മുഖം, കണ്ണിമയ്ക്കാതെ ഏനിരുന്നു ഏനോ ഇത്, നടുങ്ങി വിറച്ചു ഞാൻ ഉച്ചത്തിൽ തമ്പ്രാക്കൾ അലറുന്നു, തീണ്ടാജാതികൾ തമ്പ്രാട്ടി വേഷത്തിൽ അമ്പലനടയിൽ പ്രാർത്ഥനയോ, നാട്ടാചാരങ്ങൾ മാറ്റുവാൻ നോക്കുന്ന കള്ളപ്പലിശകളെ വേഗം കത്തിച്ചു കളയുക സിനിമ. തീപ്പന്തങ്ങൾ ഉയരുന്നു, അലർച്ചകൾക്കിടയിൽ ആരോ എന്റെ നേരെ വിരൽ ചൂണ്ടുന്നു, പേപ്പട്ടികളെ പോലെ ആക്രോശിച്ചവർ എത്തും മുൻപേ തിരിഞ്ഞോടി ഞാൻ ദൂരെയായി, അതിദൂരെയായി. ഏനേനോ നേനേനോ നേനേനേനോ, ഏനേനോ നേനേനോ നേനേനേനോ, ഏനേനേനോ ഏനേനേനോ, ഏനേനോ ഏനേനോ ഏനേനേനോ. എൻ്റെ ആദ്യത്തെ ഒരു സന്തോഷമാണ് മിഥുൻ ചേട്ടൻ്റെ ഈ മുഖം ഒന്ന് കാണണം എന്ന്, സംസാരം കേൾക്കണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ്. അസാധ്യമായിട്ട് കളിച്ചു. അത് മാത്രമല്ല, ഈ കോമോത്സവത്തിൽ ഇവിടെ ഏതൊക്കെ മിമിക്രി സ്റ്റാർ വന്നാലും എനിക്ക് ഈ മിമിക്രിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതോടൊപ്പം ഇവിടുത്തെ എല്ലാവരും ചെയ്ത് ഞങ്ങളെ കൂടെ ചിരിപ്പിച്ചത് നന്ദി. പിന്നെ ആദ്യം തന്നെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നത്. എനിക്ക് ഒരുപാട് പേരൊക്കെ ഇഷ്ടമാണ്. എൻ്റെ സ്കൂളിൽ വന്ന് സലീമങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ സ്കൂളിൽ ഡാൻസ് കളിക്കും. ഞാൻ മെയിനാണ് എപ്പോഴും ഡാൻസ് കളിക്കുന്നത്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അഭിയാണ്. അഭിയേയും ടീനേയും ഞാൻ ഒരുമിച്ച് ഡാൻസ് കളിക്കും. ഏറ്റവും എനിക്ക് സന്തോഷപ്പെട്ടത് ഈ ഫ്ലവേഴ്സ് ചാനലിൽ എത്തണമെന്നും ആഗ്രഹം നേടിയെടുത്തില്ലേ? അതിനൊരു ഉഗ്രം കൈയടി കൊടുത്തേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രചോദനങ്ങളും ടീനേച്ചേട്ടനെയൊക്കെ. നല്ലൊരു സിനിമയാണ് വെള്ളിമൂങ്ങ എന്ന സിനിമയിൽ ഏറ്റവും ചിരിപ്പിക്കുന്ന ഒരു കോമഡിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും. പിന്നെ പ്രചോദനങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ സിനിമ ഇതാണ്, ദിലീപിൻ്റെ ഇത് വിശ്വനാഥനില് മണവാളനാട്ട് പ്രചോദനങ്ങളാണ്. ഡാൻസ് അടിക്കും, പാട്ടൊക്കെ പാടും കേട്ടാ, എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ എല്ലാം അതാണ് പറഞ്ഞത്. അപ്പൊ ഓരോ പടവും കണ്ടിട്ടുണ്ട് അല്ലേ? ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളുടെ സംസ്ഥാനം കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ദിവസം ടി വി കണ്ടായിരുന്നു ചേട്ടന സിനിമയിൽ തന്നെ. നല്ല നായകന് അങ്കിള് ഒരു ആങ്കറുമാണ്. ഈ ലോകമെമ്പാടും അറിയേണ്ടത് ഈ ഫ്ലവേഴ്സ് TV ഈ പ്രേക്ഷകർക്കും തന്നെ ജനങ്ങൾക്കും ചിരി കവർന്നോടത്ത് ഈ കോമോത്സവത്തിൻ്റെ അധികാരത്തിലേക്ക് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ എല്ലാ പ്രേക്ഷകർക്കും മാത്രമല്ല, ഇവിടെ കമ്പോസ് ചെയ്യുന്ന ഓരോ ഭാരതികളെയും ഞാൻ നന്ദി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അസലായിട്ട് സംസാരിച്ചോട്ടെ നമ്മളെ, അസലായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞോട്ടെ, തരുമോ? അപ്പൊ മനസ്സിലായ സലീം കുമാർ എന്തിനാണ് സെലക്ട് ചെയ്തതെന്ന്? അതെ അതെ. അല്ല, ഏഞ്ചലിന്റെ ഒപ്പം വേറെ ആരൊക്കെ വന്നിട്ടുണ്ട്? എന്റെ കൂടെ ഡാഡിയുണ്ട്, മമ്മിയുണ്ട്, അനിയത്തി, അതിക്കട മമ്മി. അവരൊക്കെ വിളിക്കും. എല്ലാരും ഇങ്ങോട്ട് വിളിക്കാം. അനിയത്തി. ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ അപ്പനെയും അമ്മനെയും ഇവിടെ കൊണ്ടുവരണമെന്ന്. എനിക്ക് ഒരു ഭാഗ്യം കിട്ടി എൻ്റെ കുടുംബത്തിൽ നിന്ന് ഏൽപ്പിക്കാനും നിങ്ങളെ കാണിക്കുവാനും. എൻ്റെ അമ്മക്ക് ഒരുപാട് സന്തോഷമാണ്. കണ്ടതുകൊണ്ട് ഇപ്പൊ സന്തോഷമായി. എന്തൊരു ക്യൂട്ടായിട്ടുള്ളൊരു മോളാണ് ദൈവം തന്നിരിക്കുന്നത്. എന്തൊരു സെൻസിബിൾ ആയിട്ടുള്ളൊരു കൊച്ചി. കണ്ടുപഠിക്കാൻ പുതിയ പിള്ളേര്, അതായത് ഈ രംഗത്തേക്ക് വരുന്നവര് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു മാതൃക. ഇപ്പൊ ഏത് ക്ലാസ്സില്? ഇപ്പൊ ഏത്? ഈ വർഷം SSLC പാസ്സായി. ഇപ്പൊ കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ട്രെയിനിങ്.
ട്രെയിനിങ് അല്ലേ, ഭയങ്കര ലെജൻഡായിട്ട് മാറൂടെ, യാതൊരു സംശയമില്ല. കാരണം എന്താ ഈ മോക്കുള്ള ഒരു കുറവ് എന്താണ്? ഒന്നുമില്ല, എല്ലാം കൂടുതലാണ് കൊടുത്തിരിക്കുന്നത്. മോള് ഡാൻസ് ചെയ്യും അതുപോലെ, പിന്നെ ക്ലാസിക്കൽ ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും കൂടി തകർക്കണം ഇനി കേട്ടാ. തകർക്കും. എന്തൊരു കഴിവാന്നറിയും, വെറുതെ അല്ല സലീം കുമാർ സെലക്ട് ചെയ്തത്. താങ്ക് യു. പക്ഷെ യഥാർത്ഥത്തില് ജൂറി ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ അവാർഡ് കൊടുക്കണമെന്നാണ് പറയുന്നത്. അല്ല, ഇത്രയും കഴിവുള്ളൊരു അതൊക്കെ അറിഞ്ഞു പോവും ബാക്കിയുള്ളത് കൂടി. എങ്ങനെ? അല്ല, യഥാർത്ഥത്തില് ഇതൊക്കെ അംഗീകാരം കൊടുക്കേണ്ട ആൾക്കാർ ഇവരൊക്കെയാണ്. കാരണം എന്തോ ചെറിയൊരു മിസ്റ്റേക്കിൽ മാത്രം സംഭവിച്ചു പോകുന്ന ഇതാണ്. പക്ഷെ അത് ദൈവം അതിന്റെ 1000 ഇരട്ടിയായിട്ട് കൊടുത്തിട്ടുണ്ട് മോൾക്ക്. ഡാൻസ് പോട്ടെ, വെറുതെ സംസാരിച്ചിരുന്നാ പോരെ ഒരു ദിവസം അല്ലേ? എന്തൊരു സന്തോഷം നമുക്ക് കിട്ടുന്നത് വീട്ടിലല്ലേ? നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. സംസാരിച്ചിരുന്നാൽ മാത്രം മതി. ഇപ്പൊ ഇവിടെ ഉള്ളവരെല്ലാരും അല്ലെ, എല്ലാം മറന്നിട്ട് ഇവിടെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക, ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുക. പ്രത്യേകിച്ച് ആരെയും പരിചയമൊന്നും വേണ്ട, അങ്ങോട്ട് കേറി മട്ടാഞ്ചേരി അല്ല സ്ഥലേ, ആ കേറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി കിടക്കണം മട്ടാഞ്ചേരി. കളക്ടർ ഒരിക്കൽ വീട്ടിൽ വന്നില്ലേ രാജമാണിക്ക സാർ? ഇഷ്ടമായോ അതൊക്കെ? അല്ല, ഇതൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ടാ? ഈ മോള് കാരനാണ്. ഇപ്പൊ ലോകം മുഴുവൻ നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത് ഇവള് കാരനാ. ഇവൾക്ക് ചെലവ് ചെയ്യണം നിങ്ങള്. ഇന്ന് എന്ത് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും? ചെലവ് ചെയ്യാൻ നല്ലൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം കേട്ടോ. ഷാർജ ഷേക്ക് കഴിക്കാൻ ആണാ? അന്ന് ഇന്ന് ഞാൻ മേടിച്ചു തന്നല്ല, പക്ഷെ ഇപ്പൊ രാത്രിയായി. അതാണ് എന്തായാലും മട്ടാഞ്ചേരി ഞാൻ ഒരു ഉഗ്രൻ ഷെയ്ക്കായിട്ട് വരാം. ഇത്രയും കഴിവ് എങ്ങനെയാണ്, അതായത് ഇത്രയും എക്സ്പ്രസ് ചെയ്യാനും സംസാരിക്കാനുള്ള കഴിവ് എങ്ങനെ കിട്ടിയത് ശരിക്കും? ഈ ചെറുപ്പത്തിൽ ഇയാള് ഒന്നും ചെയ്യാറില്ലായിരുന്നു, സാധാരണ കുട്ടികൾ ചെയ്യുന്ന ഒന്നും ചെയ്യാറില്ലായിരുന്നു. ഞാൻ 5 മാസം തൊട്ട് ഇയാൾക്ക് 10 വയസ്സ് വരെ ഹോമിയോ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കണായിരുന്നു. ഒരു ദിവസം പോലും മുടങ്ങാൻ പാടില്ല ഗുളിക, അത് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കണേ. പിന്നെ എല്ലാറ്റിനും വലുത് ദൈവത്തിന്റെ കൃപയാണ്, വേറെ ഒന്നുമല്ല. പെടലിയൊക്കെ ഇങ്ങനെ തൂങ്ങിയൊക്കെ കിടന്നേച്ചത് ഞാൻ എടുക്കൂലായിരുന്നു, കാരണം എനിക്ക് പേടിയാണ് എടുക്കാൻ. ഹസ്ബൻഡാണ് എടുത്തുകൊണ്ട് നടക്കണേ. ദൈവം ഇത്രയും ആക്കി തന്നെ എനിക്ക് ദൈവത്തിന് 1000 കോടി നന്ദി പറയാൻ. അതാണ് ഈ കത്തി വെക്കാത്തൊരു വൈദ്യനുണ്ട്, മരുന്ന് കൊടുക്കാത്തൊരു വൈദ്യനുണ്ട്. അതാണ് മുകളിലിരിക്കുന്ന വൈദ്യൻ എന്ന് പറഞ്ഞത്. അച്ഛൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുന്നു, എപ്പോഴും കൂടെ പോകുന്നത് കൂടെ ഞാൻ തന്നെയാണ്, എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണം എല്ലാ കാര്യത്തിനും. ഇപ്പൊ ഒരുപാട് ചാൻസ് കിട്ടുന്നുണ്ടോ? എങ്ങനെയാണ്? ഇല്ല, അങ്ങനെയില്ല. ഇത് സലീംകുമാർ സാർ ഇങ്ങനെ ഹൗസ് സ്കൂളിൽ വരാനും അതിന് കാരണമുണ്ട്. നമ്മുടെ ഡയാന ചേച്ചിയുടെ അനിയത്തിയാണ് ഇവളുടെ ടീച്ചർ, നമ്മുടെ ഡയാന സിൽവസ് അനിയത്തിയാണ് റേന ടീച്ചർ. അപ്പൊ ഇവരുടെ ടാലന്റ് കണ്ടിട്ട് പുള്ളിയാണ് പറഞ്ഞത്. സലീംകുമാർ പുള്ളി ഒരു വർഷം ഈ സിനിമ കടത എഴുതി വെച്ചിട്ട്, അപ്പൊ ഒരു കാര്യം ചെയ്യും സലീംകുമാർ, അവിടെ ഇവിടെ ഒക്കെ നോക്കണ്ട, എൻ്റെ അനിയത്തി പഠിക്കുന്ന സ്കൂളുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇവിടെ വന്ന് പുള്ളി ഇവക്കടെ പെർഫോമൻസ് കണ്ട് പൂക്കളൊക്കെ കൊടുത്ത്. അപ്പൊ എനിക്ക് സലീം അങ്കിൾ വന്ന് പൂക്കളൊക്കെ തന്ന്. അപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോൾ സലീം സാറ് സ്കൂളിൽ നിന്ന് വിളിച്ച്, വർഗീസിനെ ചിലപ്പോൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, സലീം സാറ് വിളിക്കോട്ടാന്ന് പറഞ്ഞു. അങ്ങനെ 2014 നവംബർ 24 പുള്ളി വിളിക്കണേണ്, വർഗീസെ ഇങ്ങനെ ഏഞ്ചലിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്, എന്നെ ഒന്ന് അതിന് സഹകരിക്കണമെന്ന്. തീർച്ചയായിട്ടും. കാര്യം നമ്മൾക്കൊരു യോഗ്യത ഇല്ല, ദൈവം ഒരുക്കി തന്നല്ല ഒരു വലിയൊരു ഇതാണ്. ആരോടും പറയാത്ത കാര്യം പറയട്ടെ, ഐ ലവ് യു. എന്ത് രസമാണ് ഡാൻസ്. ഒന്നാമത് സത്യം പറഞ്ഞാൽ ഇവിടെ ചിരി കണ്ടാൽ ഇപ്പൊ നമ്മുടെയൊക്കെ പ്രാർത്ഥനയെ ലോകത്തുള്ള എല്ലാരും ഇങ്ങനെ ചിരിക്കണമെന്ന് പറയുന്നത് അല്ലേ? നിഷ്കളങ്കമായ ചിരിയാണ്, എന്ത് രസമുള്ള ചിരിയാണ്. പിന്നെ മോളിവിടെ എന്താണ് കാണിച്ച് തകർക്കില്ലായിരുന്നു. കാര്യം ഒരു വലിയ കഥയാണ് ഇതിനകത്ത് മോള് ചെയ്തത് അല്ലേ? ഒരു സിനിമാ സംബന്ധമായ ഒരു കഥയാണ്. പണ്ട് കാലത്ത് നമ്മുടെ ഇവിടെ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു അടിയാൾ സ്ത്രീയുടെ കഥയാണ്. മോള് വളരെ ചിരിച്ചുകൊണ്ട് ഇവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ചെയ്തത് ഇവിടെ. അതിനകത്ത് എല്ലാം മോള് വളരെ ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ മോളെ ഞാൻ ആ ഇവിടിങ്ങാണ് പറയുന്ന സനിമേന്റെ പടത്തിന്റെ പ്രൊമോഷൻ വന്നപ്പോഴാണ് കണ്ടത്. അന്നും ഭയങ്കരമായിട്ട് പെർഫോം ഒക്കെ ചെയ്ത് ഞെട്ടിച്ച ആളാണ്. അന്ന് ചിരി എങ്ങനെ നിൽക്കുന്നു അതുപോലെ തന്നെയാണ് മോളെ ചിരി നിൽക്കുന്നത്. വളരെ ഗംഭീരമായിരുന്നു മോളെ. ഇത് കാണുന്ന പ്രേക്ഷകരെല്ലാരും ഏഞ്ചലിന്റെ വലിയ ഫാനായി മാറുകയാണ് കേട്ടോ. അതുപോലെ ഇതിനെ ആ സംസാരത്തിന് നല്ല ഗൈഡ് കൊടുക്കണം കേട്ടോ. എല്ലാവരും രസമായിട്ട് ട്രീറ്റ് ചെയ്തത്. ഓക്കെ മോളെ, എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവർക്കും, ഫാമിലിക്ക് എല്ലാവർക്കും. ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് കോമഡി ഉത്സവത്തിൽ നിന്ന് ഡാൻസ് ചെയ്യുവോ? ഇടയ്ക്ക് വരുവോ? ഞങ്ങളെ വിളിക്കും, അപ്പൊ വരണം. അല്ല, പക്ഷെ ഇനിയിപ്പോ കോമഡി ഉത്സവത്തിൽ വരാൻ ഒഴിവുണ്ടാവോ എന്നുള്ളതാണ്. കാരണം ഇത് കഴിയുമ്പോ ഇഷ്ടംപോലെ പ്രോഗ്രാം ഇപ്പൊ ഇവിടെ കിട്ടൂലേ? അപ്പൊ അതിനിടയിൽ വരാൻ പറ്റുമോ? നമ്മളെ മറക്കരുത്. പിന്നെ മോള് നല്ലവണ്ണം നല്ല സ്പീച്ച് ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. എന്നിട്ട് പല പല വേദികളിൽ ചെന്ന് പലർക്കും മോട്ടിവേറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളി. ഏഞ്ചൽ മിടുക്കിയ കേട്ടോ, മിടുക്കിയ.
എന്താ പറയുക 1000 പേർ നിന്നാലും നീ ഒരാൾ സംസാരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ. ഇപ്പൊ എല്ലാവരുടെയും കണ്ണുകളും എല്ലാവരും ശ്രദ്ധിക്കുന്ന ഏഞ്ചലിനെ മാത്രമാണ് അല്ലേ? മാത്രമല്ല ഏഞ്ചൽ നന്നായിട്ട് ഫോക്ക് ഡാൻസിലെ പ്രധാനം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അഭിനയമാണ് ഫോക്ക് ഡാൻസിൽ. പിന്നെ ഹെവി ആയിട്ടുള്ള ഡാൻസ് ആയിരിക്കും ഫോക്ക് ഡാൻസ് എന്ന് പറയുന്നത്. മോളൊക്കെ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അഭിനയം അസലായിട്ട് അഭിനയിച്ചാ ചെയ്ത ആ പാട്ട് അസലായിട്ട് അഭിനയിച്ചാ ചെയ്തത്. ഗോഡ് ബ്ലെസ് യു. അപ്പോ ഭയങ്കര സന്തോഷമായി ഏഞ്ചലിനെ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഏഞ്ചൽ, നമ്മൾ രണ്ടുപേരും അറിഞ്ഞു മതി. അപ്പനെയാണ്, അതായത് ഡാഡിനെയാണോ മമ്മീനെയാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് ഡാഡിനെ മമ്മീനെ ഇഷ്ടാ. അല്ല, അതിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? കൂടുതലായിട്ടും. ഇത് അങ്ങനെ പറ്റൂല, അതാണ്. ചെറിയ കാര്യം ചോദിച്ചോടെ, മമ്മൂട്ടിനാണ് ഇഷ്ടം, മോനാണ് ഇഷ്ടം. അങ്ങനെ പോലെ അപ്പൊ അത് പറയാൻ പറ്റില്ലല്ലേ? അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം ചോദിക്കണം. രണ്ടുപേരും ഇഷ്ടമാണ്. ആ അല്ല, എനിക്ക് മമ്മൂട്ടിനെ മോഹൻലാലിനെ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടം. ഇതിനുള്ള ചോദ്യം, അതിനുള്ള മറുപടി എനിക്ക് തന്നത്. അപ്പൊ എല്ലാരും ചേർന്ന് മനസ്സ് പറഞ്ഞൊരു കൈയടി കൊടുക്കും. താങ്ക് യു സോ മച്ച്. ബൈ. ഫ്ലവേഴ്സ് ടിവിയിൽ ഞാൻ ഇനിയും വന്നിരിക്കും. ഓക്കേ, വാ നമുക്ക് അങ്ങോട്ട് പോവാം. വാ. ഇനി അടുത്തത് സ്പോട്ട് ഡബിംഗ്. സ്പോട്ട് ഡബിംഗിന് വരുന്നു എബ്രഹാം. നേരത്തെ വന്നിട്ടില്ലേ? നേരത്തെ വന്നിട്ടുണ്ട്. അന്ന് വന്നപ്പോ ആർക്ക് വേണ്ടിട്ടാ ഡബ് ചെയ്ത്? പൃഥ്വിരാജിന് വേണ്ടിട്ട് തന്നെയായിരുന്നു. ആണ്. അപ്പൊ ഇന്നും പൃഥ്വിരാജിനാണ്. അത് ശരി, ഓക്കെ. അപ്പൊ നേരെ സ്പോട്ടിൽ പോയിക്കോ. ഇവിടെ വിഷയമില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. കൊല്ലം മുമ്പത്തെ സംസ്ഥാന യുവജനോത്സവത്തിന് പങ്കെടുത്തൊരു 10ാം ക്ലാസ്സുകാരന് കുച്ചിപ്പൊടിക്കും ഭരതനാട്യത്തിനും പിന്നെ പങ്കെടുത്ത എല്ലാ ഐറ്റംസിനും സമ്മാനം നേടിയൊരു ഉണ്ടക്കണിയുള്ള ആരാധനയായിരുന്നു. പിന്നീട് പഠിക്കാനുള്ള പുസ്തകം തുറന്നു നോക്കിയാൽ കാണുന്നത് അവളുടെ മുഖമായിരുന്നു. വായനശാലയിലെ റേഡിയോയിലെ പാട്ടുകളൊക്കെ അവളെക്കുറിച്ചുള്ളതായിരുന്നു. പ്രീ ഡിഗ്രിക്ക് അവൾ ചേരുന്ന കോളേജിലെ ചേരൂ എന്നന്നേ തീരുമാനിച്ചത്. അങ്ങനെ ഇവിടെ എത്തി. അടുത്ത് പരിചയപ്പെട്ടപ്പോ അഹങ്കാരത്തിന്റെ ആൾരൂപം. അടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. വെറുക്കാനുള്ള കാരണങ്ങളുണ്ടാക്കി. പകല് മുഴുവൻ വെറുത്ത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവനിപ്പോഴും അവളോട് ഇഷ്ടമാണ് എന്നാ കണ്ണുകൾ ഓർമ്മിപ്പിച്ചു. അഡ്വൈസ് ചെയ്യാന്ന് വിചാരിക്കുകയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. നമുക്ക് സന്തോഷകരമായ കാര്യങ്ങളൊക്കെ ചെയ്തങ്ങ് ജീവിച്ചാ വലിയ കുഴപ്പങ്ങളില്ലാതെ അങ്ങോട്ട് പോവാം. ഈ ആവശ്യമില്ലാത്ത ഭാരങ്ങളൊക്കെ എടുത്തങ്ങ് തല വെച്ചാലേ മനസ്സും ശരീരവും ഒക്കെ അങ്ങ് സിക്കാവും. അതുകൊണ്ട് വേണ്ടാന്ന് തോന്നി അങ്ങ് വിട്ടേക്കണം. സുരേട്ടാ, സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ പോട്ടെ. കുഴിയിൽ വീണെടുക്കുന്നവന്റെ നേരെ കൈ നീട്ടിയില്ലെങ്കിൽ വേണ്ട. പക്ഷേ ആ കുഴിയിൽ മണ്ണ് വാരിയിടുന്നവരുടെ കൂട്ടത്തിൽ കൂടരുത്. സിയച്ചേ വാടാ. കൂടെ വന്നില്ലല്ലോ വിളിച്ചിട്ട്. അതാണ് വാടാന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ ചാടി എണീറ്റ് വരും. പെട്ടെന്ന് അങ്ങനെ തോണ്ടിയത് അല്ലേ? അവസാനം ഇന്ത്യൻ റുപ്പിയിലെ ഡയലോഗുമായി കലക്കിട്ടോ. ഷാജി ചേട്ടൻ തുടങ്ങുന്നു. ഷാജി ചേട്ടൻ പറയും. ഞാൻ അദ്ദേഹത്തെ ഇന്നിപ്പോ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കൂടെ കണ്ടിട്ട് ഞാൻ സംസാരിച്ചിട്ടാ വരുന്നത്. ബ്രദേഴ്സ് ഡേ എന്നുള്ള പറയുന്നത് മകൾ അഭിനയിക്കുകയല്ലേ? മകളാണ് അഭിനയിക്കുന്നത്, ഞാനല്ല. അതെ, ഞങ്ങള് അപ്പൊ നമുക്ക് ഒരുപാട് പിതാവാണ്. ഒരുപാട് സന്തോഷം തോന്നി. കാരണം വെച്ചാൽ ഇപ്പൊ അത് കേൾക്കുമ്പോൾ, അദ്ദേഹത്തോട് സംസാരിച്ച് വരുമ്പോൾ, ഒരു നടൻ എന്നുള്ളതിലുപരി ഇന്നിപ്പോ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ സംവിധായകനും കൂടിയാണ് ലൂസിഫർ എന്ന ഒറ്റ സിനിമയിലൂടെ. അപ്പൊ അദ്ദേഹം ചെയ്ത എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പഴയ വോയിസാണ് ഇപ്പോൾ ചെയ്തത്. കുറച്ച് മുൻപ് വോയിസാണ്. ഇപ്പോഴത്തെ വോയിസ് കുറച്ചുകൂടെ ബേസ് കൂടിയത്. പക്ഷെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മോഡുലേഷനും പിന്നെ എടുത്ത ഡയലോഗ്സ് എല്ലാം നല്ല ഫീലുള്ള ഡയലോഗ്സ് ആണ്. ഈ സ്ഥിരമായിട്ട് പറയുന്ന ഡയലോഗ്സ് ഉണ്ട്, അല്ലാതെയാണ് പറഞ്ഞിരിക്കുന്നത്. നന്നായിട്ടുണ്ട്, അസലായിട്ടുണ്ട്. ശരിക്കും ഈ പറയുന്ന അനുകരണത്തിലുപരി നല്ല ലൈഫായിരുന്നു വോയിസിൽ. അത് എടുത്തു പറയാൻ നമ്മുടെ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്നൊരു സിനിമ കുറേ നാളായെങ്കിൽ പോലും നമ്മൾ കണ്ടിട്ട് അതെന്തൊരു ഫീലോട് കൂടിയാണ് ചെയ്യുന്നറിയോ. കാര്യം നമുക്ക് ഇവിടുന്ന് കണ്ണടച്ചിരുന്നാൽ ആ സിനിമ നമ്മൾ എങ്ങനെ കാണുന്നു, ആ സീൻ എങ്ങനെ കാണുന്നു, ആ സീൻ തന്നെ നമുക്ക് ആ സിനിമയിലെ ഏറ്റവും നല്ല ഫീലുള്ളൊരു സീനാണ്. വളരെ ഗംഭീരമായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നൊരു സിനിമ ടിനി കൂടെ അഭിനയിച്ചൊരു സിനിമ കൂടിയാണ്. ആ സിനിമയൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം എടുത്ത 3 സെലക്ഷനും ഗംഭീരമായിരുന്നു. അതിനേക്കാളുപരി
നിങ്ങൾ ചെയ്ത മോഡുലേഷൻ അതിനേക്കാൾ പെർഫെക്റ്റ് ആണ്. താങ്ക് യു. നീ സിയച്ച് പറ. ഒരു കാര്യം നിങ്ങളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാല് പൃഥ്വിരാജിനെ അനുകരിക്കുമ്പോൾ ഒരു ഒറ്റ പാറ്റേൺ ആണ് എല്ലാവരും ഷൗട്ട് ചെയ്തിട്ടും ആ ഒരു ആ ബേസ് ഒക്കെ വെച്ചിട്ടുള്ളത്. ഇത് വളരെ സട്ടിലായിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്നാണ് തുടങ്ങിയത്. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ക്ലാസ്മേറ്റ്സിൽ കറക്റ്റ് ഓരോ കാലഘട്ടത്തിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദ വ്യത്യാസങ്ങളെയൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് ചെയ്തത്. ആ CH എന്നുള്ള ആ ഒരു സീൻ തന്നെ ഒരു വലിയ ലെങ്തി ഷോട്ടായിരുന്നത്. അതെ അതെ, യഥാർത്ഥത്തില് ഇന്ത്യൻ റുപ്പിയാണ് അദ്ദേഹത്തിന് വേറൊരു തലത്തിലേക്ക് എത്തിച്ചത്. സത്യമാണ് അത്. അപ്പൊ അത് ആ ഓർമ്മയിലേക്കും കൊണ്ടുപോയി. CH എന്ന് വിളിച്ചപ്പോ ഞാൻ കൂടെ വരാനും പോയി ആ ഷോട്ടിൽ. അതാ ഞാൻ ടിൻചേട്ടനെ വിളിച്ചത് ഇങ്ങോട്ട് വരാൻ. ഇത്രയും സംഭവങ്ങൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരുമ്പോ കോമഡി ഉത്സവം വേറൊരു റേഞ്ചിലേക്ക് എത്താണ്. സന്തോഷം. കാരണം എത്ര തവണ ഇവിടെ പൃഥ്വിരാജിനെ അനുകരിച്ചു, പക്ഷെ വേറൊരു ഫേസ് ആണ് നിങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത്. ഓൾ ദി ബെസ്റ്റ്. സന്തോഷം. പിന്നെ സന്തോഷ വാർത്തയുണ്ട്. കോമഡി ഉത്സവം വന്നതിന് ശേഷം എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി. ചെറിയൊരു വേഷമേ ഉള്ളൂ, ഡയലോഗൊന്നുമില്ല. പ്രകാശിന്റെ മെട്രോ എന്ന സിനിമയില് പുതുമുഖ സംവിധായകയാണ്, ഹസീന സുനീർ എന്നാണ് പേര്. അതിനകത്ത് ദിനേശ് പ്രഭാകർ നല്ലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്, പിന്നെ നോബി ചേട്ടൻ ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ തരികിട സാബുചേട്ടന്റെ കൂടെ ഞാൻ. അപ്പൊ എന്തായാലും അവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഒരുപാട് സിനിമകളിൽ അവസരം കിട്ടട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ലൊരു ഗൈഡ് കൊടുത്തു. താങ്ക് യു. കിടിലം കോമഡി ഉത്സവം പവർഡ് ബൈ കിബി ഐസ്ക്രീംസ്, കൈരളി TMT സ്റ്റീൽ ബാസ് ആൻഡ് ടെക്സ്മ ഫ്ലോർ ക്ലീനറിൽ ഇനി അടുത്തത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. വരുന്ന ആളിനെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. പ്രായത്തെ മറന്ന് ചെറുപ്പത്തിന്റെ ആവേശവുമായി ഒരു ഗായക പ്രതിഭ ഷാഹുൽ ഹമീദ്. തിരുവനന്തപുരം ജില്ലയിലെ പാച്ചല്ലൂർ സ്വദേശിയായ ഇദ്ദേഹം 57 വർഷമായി സംഗീതരംഗത്ത് സജീവമാണ്. MS ബാബുരാജ്, ഉദയഭാനു എന്നിവർ രൂപീകരിച്ച തിരുവനന്തപുരം സിംഗിംഗ് ബേർഡ്സ് എന്ന ഗാനമേള ട്രൂപ്പിലെ സ്ഥിരം അംഗമാണ് ഇദ്ദേഹം. 10 വയസ്സ് മുതൽ പൊതുവേദികളിൽ ഗാനങ്ങൾ ആലപിച്ചു തുടങ്ങിയ ഷാഹുൽ ഹമീദ് ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചിട്ടില്ല. സംഗീതം ദൈവം തന്ന വരദാനമായി വിശ്വസിക്കുന്ന ഷാഹുൽ ഹമീദ് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി വേദികളിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ നിന്നും MS ബാബുരാജിന്റെ പേരിലുള്ള പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പഴയകാല സിനിമാ ഗാനങ്ങളുടെ കൂട്ടുകാരനായ ഷാഹുൽ ഹമീദിന് ചിരിയുടെ രാഗതാള ലയസംഗമ വേദിയിലേക്ക് സ്നേഹസ്വാഗതം. കുറേയേറെ വർഷങ്ങളായി ഗാനമേളയിൽ ഒക്കെ പാടുന്ന വ്യക്തിയാണ് അല്ലെ? 57 വർഷമായി. ഓ, ഏതൊക്കെ ട്രൂപ്പുകളുമായിട്ടാണ് സാർ? ഞാൻ 29 വർഷമായിട്ട് ഇപ്പോൾ സിംഗിങ് ബേർഡ്സ് തിരുവനന്തപുരം ഓർക്കസ്ട്രയിൽ പാടിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരി. അപ്പൊ ഏതെങ്കിലും സ്പെഷ്യൽ, സാധാരണ ഗാനമേളക്കാരൊക്കെ സ്പെഷ്യലൈസ് ചെയ്യാറുണ്ടല്ലോ, എന്നാ ആളുടെ പാട്ട്? ഞാൻ കമുകറ സാറ്, KS ജോർജ്, AM രാജ, ഉദയഭാനു സാർ, ഇങ്ങനെയുള്ളവരുടെയൊക്കെ പാട്ടുകളാണ് പാടുന്നത്. നമുക്ക് വേണ്ടി ഇന്ന് കമുകറ സാറിന്റെ പാട്ടിൽ തുടങ്ങാം. ഓക്കെ. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമേ ഉലകിൽ. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമേ ഉലകിൽ. ഇഹ പരസുഹൃദം ഏകിടുമാർക്കും ഇതു സംസാര വിമോചന മാർഗം. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമേ ഉലകിൽ. കണ്ണിൽ കാൺമത് കളിയായി മറയും, കാണാത്തതു നാം എങ്ങനെയറിയും. കണ്ണിൽ കാൺമത് കളിയായി മറയും, കാണാത്തതു നാം എങ്ങനെയറിയും. ഒന്നു നിനയ്ക്കും മറ്റൊന്നാകും, മന്നിതുമായ നാടകരംഗം.
ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമേ ഉലകിൽ. അവിടേക്ക് കൊണ്ട് എത്തിച്ചു. കമുകറ സാറൊക്കെ പാടുന്ന അതേ ഫീൽ ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അടുത്തൊരു ഗാനത്തിലോട്ടും കൂടി കിടക്കാം. മാരിവില്ലിൻ തേന്മലര്, എസ് ജോർജ്. കെ.എസ്. ജോർജ് സാറിന്. മാരിവില്ലിൻ തേന്മലര് മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. മാരിവില്ലിൻ തേന്മലര് മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. നീളെ നീളെ പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കവേ, കൊതിതുള്ളി നിൽക്കവേ. തേന്മഴ തൂകാൻ ഉൾക്കൊള്ളിർപ്പാകാൻ നീ വരില്ലിനി, നീ വരില്ലിനി. കടലിൽ നിന്നൊരു കുമ്പിൽ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു. കടലിൽ നിന്നൊരു കുമ്പിൽ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു. മിഴിനട്ടു നിന്നൊരു പാടത്തിൻ മാറിൽ അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു. മിഴിനട്ടു നിന്നൊരു പാടത്തിൻ മാറിൽ അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു. ആ പാട്ടിൽ പെട്ടുപോവാണ് കേട്ടോ നമ്മളെല്ലാരും. ഗംഭീരമായിട്ടൊരു കൈഡി കൊടുത്തു. പിഞ്ചടാ ഷൗലമിതിക ഇക്കടെ എക്സ്പീരിയൻസ് പോലും ഇവിടെ ഇരിക്കുന്ന ആർക്ക് നമ്മുടെ പ്രായം പോലും ആ എക്സ്പീരിയൻസിന് തുല്യമല്ല. കാരണം എത്ര വേദികളെ അനുഗ്രഹീതമാക്കിയ കാലുകളാണ് അവിടെ നിൽക്കുന്നത്. യഥാർത്ഥത്തില് ഇപ്പൊ ചെറിയ ക്ഷീണമുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, ഇന്ന് 2 ദിവസം കൊണ്ടുള്ള ഇവിടെ വന്നതിന് ശേഷമുള്ള ഈ ചൂടിന്റെ ഒക്കെ ഇതിലുള്ള ചെറിയൊരു ക്ഷീണമുണ്ട്. അല്ല പക്ഷെ സംഗീതം എന്ന് പറയുമ്പോൾ എൻ്റെ എല്ലാ കുടുംബത്തെ പോലും മറന്ന് ഞാനിങ്ങനെ ഇറങ്ങി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, കണ്ണടച്ച് കേൾക്കുമ്പോൾ ആ ക്ഷീണമൊന്നും മനസ്സിലാവുന്നില്ല. ശരിക്കും റെക്കോർഡ് പ്ലെയറിൽ ഒറിജിനൽ ട്രാക്ക് കേൾക്കുന്ന പോലെയാണ്. ഇപ്പോഴുള്ള സർവശക്തന് നന്ദി പറയുന്നു. അല്ല, ഇപ്പോഴുള്ള പുതിയ പിന്നണി ഗായകർ അവർ പാടിയ ഗാനങ്ങൾ ബുക്കിൽ നോക്കിയിട്ടാണ് പാടുന്നത്. അല്ലെങ്കിൽ ഐപാഡോ ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട് പാടുന്ന ഈ കാലഘട്ടത്തിൽ വളരെ നിസ്സാരമായിട്ട് എന്ത് കോൺഫിഡൻസ് ആണെന്ന് നോക്കി. ആ കോൺഫിഡൻസ് തന്നെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും. എത്രയോ പ്രേക്ഷകരുടെ മുമ്പിൽ നിന്ന് പാടിയിട്ടുണ്ടാവും. എത്ര പേര് ഇത് ആസ്വദിച്ചിട്ടുണ്ടാവും അല്ലേ? അതെ, ഗൾഫിലൊക്കെ കുവൈറ്റിലൊക്കെ കുറെ കാലം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ബാനർ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. ഇപ്പോൾ ഈ സിംഗിങ് ബേഡ്സിൽ വന്നതിന് ശേഷമാണ് തിരുവനന്തപുരത്ത് സിംഗിങ് ബേഡ്സ് ആണ് എന്നെ ഇത്രത്തോളം ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. സിംഗിങ് ബേഡ്സ് ആണ്. സിംഗിങ് ബേഡ്സിന് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഒരു വാക്കൂടെ എനിക്ക് പ്രത്യേകിച്ച്, കാരണം ഈ വേദിയിൽ, ലോകം കാണുന്നതായ ഈ വേദിയിൽ എൻ്റെ കാര്യമായ ഒരു സുഹൃത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ്റെ പ്രൊഫസർ ഡോക്ടർ രാജശേഖരൻ സാറാണ്. ബയോഡാറ്റ ഞാൻ അറിയാതെ ഇങ്ങോട്ട് അയക്കുകയായിരുന്നു. എന്നിട്ട് എന്നെ ഇവിടെ നിന്ന് വിളിക്കുമ്പോഴാണ് ഞാനത് അറിയുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമായി. കാരണം ഈ വേദിയിൽ വന്ന് നിങ്ങളെല്ലാം നേരിട്ട് കാണാനും എല്ലാം ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നല്ലോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ല, ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ എന്നുള്ളതാണ്. ഷൗലമിദിക്ക എന്താണ് കഥാപാത്രം, എന്താണ് ക്യാരക്ടർ എന്ന് നമുക്കറിയാം. ആരെടുത്തും ചെന്ന് ചോദിക്കില്ല അല്ലേ? ചോദിക്കില്ല. അത് ഇന്നതുവരെ. അപ്പൊ അങ്ങനെ ഒത്തിരി കലാകാരന്മാർ പുറത്തിനി നിൽപ്പുണ്ട്. അവരൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നിട്ടാ ചോദിക്കുന്നു, ഒന്ന് ഇവിടം വരെ വരാവും. മറ്റൊന്നും കൊണ്ടല്ല, ഇത് പവിത്രമാവും, അനുഗ്രഹീതമാവും കോമഡി ഉത്സവം. കാരണം നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കാണുന്ന കലാകാരന്മാരല്ല, അല്ലാതെ ഒരുപാട് കലാകാരന്മാർ, ലെജൻസ് ആയിട്ടുള്ള ഇക്കേനെ പോലുള്ള ആൾക്കാർ പുറത്ത് നിൽപ്പുണ്ട്. അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിലും കിട്ടാത്ത സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ ഉള്ളത്. അത് അനുഭവങ്ങളാണ്, അത് ആർക്കും കിട്ടില്ല. ഇപ്പോൾ ക്ഷീണമുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇക്ക പിടിച്ചിരിക്കുന്ന മൈക്കിന്റെ ഒരു ശക്തി ഉണ്ട്. അത് അനങ്ങുന്നില്ല, അത് അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ അത് എക്സ്പീരിയൻസ് ആണ്. അത്
ആദ്യമായിട്ട് വരുന്നവൻ അല്ലെങ്കിൽ കൈ ഇങ്ങനെ ഒരു വിറവലുണ്ടാവും, അറിയാതെ തന്നെ ഒരു ആ വിറവലില്ല. ഇക്കൊക്കെ ക്ഷീണമുണ്ടെന്ന് പറഞ്ഞാൽ പാടുമ്പോൾ തൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണടച്ച് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അത് ഒറിജിനൽ റെക്കോർഡ് കേട്ടതുപോലെയാണ്. എന്തായാലും തീർച്ചയായിട്ടും ഇനിയും മന്നം ഒരുപാട് ഗാനങ്ങൾ ഇനി ഉണ്ടാവും എന്നുള്ള യാതൊരു സംശയമില്ല. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടാവും, അതൊക്കെ ഷെയർ ചെയ്യാൻ വീണ്ടും എത്തുക. നന്ദി. ഓക്കെ, വളരെ നന്ദി. സാർ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ ഞങ്ങളാണ് ശരിക്കും അനുഗ്രഹം ഞങ്ങൾക്കാണ് കിട്ടിയത്. ഇതിപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം സാറ് ലൈവായിട്ട് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കോമഡി ഉത്സവത്തിൽ വന്നപ്പോൾ ഇത് കാണുന്ന എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയിരിക്കുകയാണ് ഈ പാട്ടിലൂടെ. എന്തായാലും ഞങ്ങൾക്കൊക്കെ വളരെ ഭാഗ്യമായി, വളരെ സന്തോഷമുണ്ട് ഈ വേദിയിൽ സാറിനെ കാണാൻ സാധിച്ചത്. ഒരുപാട് സന്തോഷം. ഇപ്പോൾ പ്രോഗ്രാംസ് അങ്ങനെ പോകുന്നുണ്ടല്ലോ. എന്തായാലും സംഗീതത്തെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും. ഒരു സഞ്ചാരം പോലെ സംഗീതത്തെ കൊണ്ടു നടക്കുന്നു. നല്ലത് വരട്ടെ. ചേട്ടാ നമസ്കാരം സാർ. നമസ്കാരം. സാറ് ആദ്യം തുടങ്ങിയതുപോലെ ഈശ്വര കടാക്ഷമുള്ള ഏറ്റവും വലിയൊരു കലാകാരൻ. 57 വർഷമായിട്ട് ഇപ്പോഴും ഈ ചുറുചുറുക്കോടെ കോമഡി ഉത്സവത്തിൻ്റെ ഈ വേദിയിൽ വന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ആ ഒരു എന്താ പറയുക, ആ ഒരു എക്സ്പീരിയൻസിൽ ഞങ്ങൾക്കെല്ലാവർക്കും കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ ആയുസ്സിനും ആരോഗ്യത്തിനും. ഒരൊറ്റ പാട്ടും കൂടി നമുക്കൊന്ന് കേൾക്കാമോ? ദേവദാരു പൂത്ത ദേവദാരു. ദേവദാരു പൂത്ത നാളൊരു ദേവകുമാരിയെ കണ്ടു ഞാൻ, വേദനയിൽ അമൃത് തൂകിയ ദേവകുമാരിയെ കണ്ടു ഞാൻ. ദേവദാരു പൂത്ത നാളൊരു ദേവകുമാരിയെ കണ്ടു ഞാൻ, വേദനയിൽ അമൃത് തൂകിയ ദേവകുമാരിയെ കണ്ടു ഞാൻ. ആഗ്രഹം കൊണ്ട് ഒരു പാട്ടും കൂടി കേൾക്കാൻ ചോദിച്ചതാണ്. ഗംഭീരമായി സാർ. സാറിനെ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മളെ വലിയ ഭാഗ്യം. താങ്ക്സ് എ ലോട്ട് സർ. വന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു കേട്ടോ. എല്ലാവരും നല്ല മനസ്സ് പറഞ്ഞൊരു കൈഡി കൊടുക്കും. ഇനി അടുത്തത് മിമിക്രി കോമ്പറ്റീഷനായിട്ട് ഇവിടെ എത്തുന്നു രതീഷ് ആൻഡ് ബിനോയ്. ബിനോയ്, എങ്ങനെയുണ്ട് ഇവിടെ വന്നു പോയിട്ട്? നല്ല അഭിപ്രായം ഉണ്ടോ എല്ലായിടത്തും? നല്ല അഭിപ്രായമുണ്ട്. ഒരുപാട് ലൈക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രോഗ്രാം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഷോസും ഒക്കെ ആയിട്ട് കിട്ടി അല്ലേ? അപ്പോൾ അടുത്ത ലാസ്റ്റ് ചെയ്ത ഷോ ഏതാണ്? ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് സെൻട്രൽ ജയിലിലാണ്. സെൻട്രൽ ജയിലിൽ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിൽ. അവര് കൊണ്ടുപോയതാണോ അതോ? അല്ല, എന്നെ ഈ പ്രോഗ്രാം കണ്ട് വിളിച്ചത്. അല്ല, ബിനോയുടെ കഴിഞ്ഞ വാരഫലത്തിലുണ്ടായിരുന്നു ജയിലിൽ പോകുന്നു. വീട്ടുകാർ ടെൻഷൻ അടിച്ചിട്ടുണ്ടോ? കാര്യം ഇതായിരുന്നു. അപ്പോ ആരൊക്കെ ഇന്ന് ലിസ്റ്റില്? കാബൂളിവാല സിനിമയിലെ ബ്യൂകള് ക്യാപ്റ്റൻ രാജു, വടിവേലു, അർജുൻ. രതീഷ്, വെൽക്കം കോമഡി ഉത്സവത്തിലേക്ക്. എവിടെയാണ് വീട്? കൊയിലാണ്ടിയാണ്. അവിടെ എന്ത് ചെയ്യുന്നു രതീഷ്? നിർമ്മാണ തൊഴിലാളിയാണ്. അപ്പൊ അതിന്റെ കൂടെ മിമിക്രി ഉണ്ട്. ട്രൂപ്പിലൊക്കെ പോകുന്നുണ്ടോ അതോ? അത്യാവശ്യം. ആരൊക്കെ ലിസ്റ്റുള്ള? അടൂർ ബാസി സാർ, ബഹദൂർ ക, രാഘവൻ സാർ. ആഹാ, പഴയകാല നടന്മാരെയാണ് അല്ലേ? അപ്പോ നമ്പർ പറയും. നമ്പർ 1. Let's open number 1. ആഹാ, ഷാഹു ചേട്ടൻ വിത്ത് നീലക്കണ്ണട. ഓക്കേ, വളരെ നന്നായിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തെന്ന് പറഞ്ഞാൽ ഒരുപാട് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് പ്രോഗ്രാം ചെയ്തത്. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: അന്തിമമായ ഒരു പോരാട്ടം വേണോ അതോ വിരട്ടി ഓടിച്ചാൽ മതിയോ? ജബാറെ, ബോംബിന്റെ സ്റ്റോക്ക് എങ്ങനെ? കുഴപ്പമില്ല. രതീഷ്, നമ്പർ പറയും. നമ്പർ 2. Let's over number 2. അടൂർ ബാസ് ലിസ്റ്റിലുള്ളത്. എന്റെ കിട്ടുമാവ രാജൻ കുഞ്ഞ് രാവിലെ തന്നെ സ്വപ്നം കണ്ടോണ്ടിരിക്കുക. കുടിച്ച ചായ പോലും കുടിക്കാൻ മറന്നു. അതെ, ഇനി ഭ്രാന്ത് പിടിക്കാൻ അവനൊട്ടും സമയമില്ല. ഒരു വശത്ത് കാമുകി, മറുവശത്ത് കടക്കാര്, ഒടിഞ്ഞവര് കീഴേ, കാലിപ്പോക്കറ്റ് മീതെ. സന്തോഷം. അടുത്ത നമ്പർ പറയും. നമ്പർ 3. Let's open number 3. കൊച്ചു പറയും. ട്രൈ ചെയ്യാം അല്ലേ?
ബാത്തി കുട്ടിയാച്ചൻ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. എത്രയും വേഗം ഇവർ ഇവിടെ നിന്ന് ഇറങ്ങി തരിക എന്നല്ലാതെ മറ്റൊരു ഡയലോഗും ഇക്കാര്യത്തിൽ വേണ്ട. എന്റെ സ്വഭാവം ചില സമയം വളരെ ചീത്തയാണ് കേട്ടാ. പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടാ. സ്റ്റാർട്ട് ഉണ്ടാവാൻ. നമ്പർ 8. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 8. രാഘവൻ വീണ്ടും ലിസ്റ്റിലുള്ള ആളുടെ തന്നെ ഭാഗ്യമുള്ള ആളാണ്. ശരിക്ക് മുറുകെ പിടിച്ചോ? ആണിയെല്ലാം തുരുമ്പിച്ചതാ. കർത്താവിന്റെ രൂപം താഴെ വീണു പൊട്ടിയാൽ സത്യക്രിസ്ത്യാനികൾ എന്നെ കുരിശിലേറ്റും. ആരിത്? ഇരവിയോ? എനിക്ക് മരുന്ന് വാങ്ങി തരാമെന്ന് പറഞ്ഞ് താൻ പോയിട്ട് 2 ആഴ്ചയായല്ലടോ. ഇതെവിടെയായിരുന്നു? അങ്ങോട്ട് മാറി നിൽക്കി സെബാസ്റ്റ്യ. നമ്പർ 5. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 5. എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാനിത് എന്താ പറയുന്ന എനിക്കറിയില്ല. ചക്കെന്ന് പറഞ്ഞ കൊക്കെന്ന് എടാ പറഞ്ഞതുപോലെ ചെയ്താ പോരെ. നീ ഓവറാക്കുന്നതിന് എടാ നിന്റെ മോളത്തെ നില ഒഴിഞ്ഞു കിടക്കണം. ലാസ്റ്റ് നമ്പർ രതീഷിന്റെ 11. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 11. ഹരിശ്രേഷ് ട്രൈ ചെയ്യാം. മുതലാളി ജംഗ ജഗ. ഇയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഒരു കാര്യമില്ല, ചുമ്മാ കയറി പിച്ചും പെയ്യും പറയുന്നു. എന്ത് ചെയ്യും അല്ലേ? രണ്ടുപേരുടെയും 3 നമ്പർ കഴിഞ്ഞു. ടിൻചേട്ടാ സ്വാഗതം. അപ്പോ രതീഷ് ലിസ്റ്റിന് ഒരേ ഒരാളേ ഉള്ളൂ. ബാക്കി ആരാണ്? കേൾക്കാം. അമ്മായി എന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയാട്ടെ. എന്റെ കണ്ണിന്ന് കുടുകുടാ വെള്ളം വീഴുന്നു. എന്റെയും രാധയുടെയും കല്യാണം അമ്മായി നടത്തി തരൂലെന്ന് പറഞ്ഞ ഈ കുടുകുടാ ചാടുന്ന വെള്ളത്തിൽ ഞാൻ മുങ്ങി മരിക്കും എന്റെ അമ്മായി. ഇനി വിനോയുടെ നമ്പർ. ക്യാപ്റ്റൻ രാജു കാബൂളിവാല എന്ന സിനിമയിലെ ആ ബ്യൂകള് തൊട്ടുണ്ട്. ആ ബ്യൂകളും ആ ഡയലോഗും. സത്യം പറ, ആരാ നീ? സത്യം പറ, നീ ഞങ്ങളുടെ മുന്നയാ? എന്റെ പടച്ചറമ്പേ, ഞാൻ എന്തായി കേൾക്കുന്നേ? എന്റെ പെങ്ങടെ മോൻ, നിങ്ങൾ ഈ തല്ലിച്ചതച്ചത് നിങ്ങളുടെ പെങ്ങടെ മോനെയാ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വലാക സയ്യിദിനാ മുഹമ്മദ്. എന്റെ പൊന്നുമക്കളെ, നിന്നെയാണോ ഞാൻ തല്ലിച്ചതച്ചത്? ഈ ബാപ്പയോട് മാപ്പ്, മാപ്പ് മോനെ, മാപ്പ്. ഡയലോഗൊക്കെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തല്ലേ? അടുത്തത് വടിവേലു. என்ன கவி எழுத்து கொண்டிருக்கிற பாடலா இது? வேணா பெம்பளானா 3 விதமா இருக்கும். ஒனி பிஃபா 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 சம் சம் சம். வேணா வலிக்குது, அழுதுடுவா. அடுத்தது அர்ஜுன். எப்பா, இந்த பொண்ணுக்கு காவல் நான் தான். நான் சொல்றேன், உன்னால முடியாதுல்ல, நானே செய்யறேன். ஏம்மா, நான் பாரு காவலா உண்மை நாடிய தான் நிற்பேன். அம்மா, உண்மையானா இந்த பொய்யெல்லாம் யாருக்கிட்டே சொல்ல வேண்டாம். நான் இருக்கேன். ജയ് ഹിന്ദ്. രതീഷിന്റെ ഒരു ബുദ്ധി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രില്യൻസ് എന്താന്ന് പറഞ്ഞാൽ ഈ ഒഴുക്കിനനുസരിച്ച് നീന്തി പോകുന്ന ആളല്ല. അതായത് അയാൾ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപൊക്കെ ചെയ്യുന്നുണ്ടാവും. അത് തന്നെ ചെയ്യാമെന്നുള്ള രീതിയിൽ അതിനനുകരിച്ചിട്ടല്ല. നിങ്ങൾ വേറൊരു പാതയാണ് വെട്ടി തുറന്നിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ. സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടാവുന്ന അങ്ങനെ തന്നെയാണ്. അതായത് ഒരിക്കലും താങ്കളുടെ കാലഘട്ടത്തിലുള്ള ആർട്ടിസ്റ്റ് അല്ല, നമ്മുടെ ആരും കാലഘട്ടത്തിലുള്ളതല്ല. പക്ഷേ ഒരു ന്യൂ ജൻ മിമിക്രിക്കാരൻ വന്നിട്ട് അഡുർബാസിയും ബഹദൂറിനെയും, അതായത് ആൻറ്റിക്സിനുള്ള വിലയാണത് അല്ലെ? ക്ലാസിക്സ് ആണ്, ക്ലാസിക്കുകളാണ് നിങ്ങൾ അനുകരിച്ചത്. രാഘവൻ ചേട്ടനെയൊക്കെ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കളുടെ സെൻസിബിലിറ്റി അല്ലെങ്കിൽ താങ്കളുടെ ബ്രില്യൻസ് ആണ് കാണിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് യോഗ്യനാണെന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ. അത് മനസ്സിലായി, ബുദ്ധിയുള്ളവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കഴിവ് മാത്രമല്ല, ബുദ്ധിയും കൂടി വേണമല്ലോ. ഇത് രണ്ടും ചേർന്ന ഒരാളാണ് നിങ്ങൾ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അതുപോലെ തന്നെ രണ്ടും നല്ല കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നു. താങ്കൾ ഇപ്പോൾ വ്യൂകൾ ചെയ്യും, പക്ഷെ അതിൻ്റെ കൂടെ ക്യാപ്റ്റൻ രാജു വരണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായില്ല. അത് ശരിക്കും നമ്മൾ ആ സിനിമയിലേക്കാണ് പോകുന്നത്.
ഇൻസ്ട്രുമെന്റൽ പ്ലസ് മിമിക്രിക്ക് വേണ്ടത് ശരി യഥാർത്ഥത്തിൽ ഇങ്ങനെ ശബ്ദാനുകരണങ്ങളാണ്. താരങ്ങൾ അനുകരിക്കുന്ന വേറൊരു കഴിവ് തന്നെയാണ്. ഇത് രണ്ടും കൂടി ചേർന്നൊരു വ്യക്തിയാണ്. പിന്നെ അതിനുശേഷം ചെയ്ത വടിവേലും പിന്നെ അർജുൻ ആദ്യമായിട്ടാണ് അനുകരിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ അർജുൻ്റെ അതേ ഫീച്ചേഴ്സ് ഒക്കെ തോന്നിയത്, ആ ഒരു സ്റ്റൈലാണ് തോന്നിയത്. പ്രൊഫഷണലായിട്ട് പോകുന്നുണ്ടല്ലേ? അതുകൊണ്ട് അത് നിപ്പും ചിരിയൊക്കെ കണ്ടറിയാം, വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ആളാണ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇനി അടുത്തത് നമുക്ക് ഇവരൊക്കെ ഡബ് ചെയ്യണ്ടേ? നമുക്ക് വടിവേലുവിനൊക്കെ നമുക്ക് സ്ക്രീനിൽ ഡബ് ചെയ്യണം കേട്ടോ. അതിന് പറ്റുന്ന ഒരു വോയിസ് ആണ്, പെർഫെക്ഷൻ ആണ്. ഓൾ ദി ബെസ്റ്റ്. ബിനോയ്, രതീഷ് രണ്ടുപേരും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. രണ്ടുപേരും നല്ല ആർട്ടിസ്റ്റുകളാണ്. കാരണം നമുക്കിത് കണ്ടിരിക്കുമ്പോൾ, കോമ്പറ്റീഷൻ കണ്ടിരിക്കുമ്പോൾ എന്താണ് പ്രത്യേകത എന്നുള്ളത്, ആ പ്രത്യേകത ഉണ്ടെങ്കിൽ ആൾക്കാരത് കണ്ടിരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ എന്തെങ്കിലും ചാനൽ മാറ്റി പോകുന്നുള്ള. പക്ഷേ ഇപ്പോൾ ആദ്യം രതീഷിൻ്റെ കാര്യം തന്നെ, രതീഷ് അനുകരിച്ചത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന, അതായത് ഇനിയുള്ള തലമുറയ്ക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ അനുകരിച്ച് കാണിച്ച് കൊടുക്കുന്ന രീതിയിലുള്ള അനുകരണമായിരുന്നു. കാര്യം അടൂർവാസി സാറായാലും ബഹദൂർ സാറായാലും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. അത് നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഡയലോഗ്സാണ് നിങ്ങൾ ചെയ്തത്. നമ്മൾ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ചെയ്ത ഡയലോഗ്സ് ഇവരുടെയൊക്കെ സെയിം പാറ്റേൺ വരും. പക്ഷേ രതീഷ് ചെയ്ത ഏറ്റവും വലുത് ഇതുവരെ ആരും ചെയ്യാത്ത ഡയലോഗ്സ് എടുത്ത് ചെയ്തു എന്നുള്ളതാണ്. അത് നല്ല പെർഫെക്ഷൻ ആയിരുന്നു. അതുപോലെ ബിനോയുടെ സത്യം പറഞ്ഞാൽ ക്യാപ്റ്റൻ രാജേന്ദ്രൻ എന്തൊരു ഫീലാണെന്നറിയോ, വളരെ എടുത്ത 3 ശേഷം വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. ഇനി പറയുന്ന കോമഡി ഉത്സവത്തിൻ്റെ പുതിയ 2 താരങ്ങളായിട്ട് നിങ്ങൾ രണ്ടുപേരും ഉദിച്ചു വരട്ടെ. ഒരുപാട് പ്രോഗ്രാംസ് കിട്ടട്ടെ. സ്പോട്ട് ഡബ് ഒന്ന് ക്യാപ്റ്റൻ രാജേന്ദ്രൻ്റെയും അതുപോലെ അടൂർവാസി സാറിൻ്റെ ഒക്കെ സ്പോട്ട് ഡബ് ഇനിയും ആൾക്കാരെ പ്രതീക്ഷിച്ചിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. രതീഷ്, പഴയകാല നടന്മാരെ ഓർമ്മപ്പെടുത്തിയതിന് വലിയ നന്ദി. നന്നായിരുന്നു, എല്ലാ വോയിസും ആയിരുന്നു. ബിനോയ്, എനിക്ക് ക്യാപ്റ്റൻ രാജ് സാർ പൊതുവെ പറയുന്ന സ്ഥിരം പറയുന്ന ഡയലോഗുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ആ ഒരു പെർഫെക്ഷനോട് കൂടിയിട്ടാണ് പറഞ്ഞത്. കാബൂളികളിലെ ആ ക്യാരക്ടറിൻ്റെ. പിന്നെ വടിവേലും അസലായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. കലക്കി രണ്ടുപേരും. ഓൾ ദി ബെസ്റ്റ് രണ്ടുപേരും. അപ്പൊ ഇന്നത്തെ ഉത്സവം കൊടിയിറക്കാണ്. അടുത്ത ഉത്സവത്തിന് കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ എവരിബഡി.